ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴ തോർന്നപ്പോൾ തന്നെ ഓരോരോ പണിയൊക്കെ ഒന്ന് വേഗം വേഗം തീർത്ത് വെക്കുകയാണ്. മിക്കവാറും മഴ പെയ്ത് ഒന്നുകിൽ മക്കളെ കൊണ്ടുവിടാൻ പോകുന്ന സമയത്തായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ 4 മണിക്ക് മക്കളെ കൂട്ടാൻ പോകുന്ന സമയത്തായിരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, മഴ ഇനി അലാറം വെച്ചിട്ടാണ് ഇരിക്കുന്നതെന്നൊരു ടൈമാണ് മഴയ്ക്ക്. 9 മണി അല്ലെങ്കിൽ 4 മണി. അപ്പോൾ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചകിരി എടുത്തിടാനുണ്ട്. ഇനി മുറ്റം ഒന്ന് അടിച്ചിടണം. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങില്ല കേട്ടോ. പുറത്തിറങ്ങില്ല എന്നല്ല, പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. മുറ്റത്ത് ഭയങ്കര മഴയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ അകത്തൊക്കെ കയറി കഴിഞ്ഞിട്ട് ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പം പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല കാറ്റ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ പുറത്തിരിക്കാനും പേടി, അകത്തിരിക്കാനും പേടി എന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അവസാനേ കിടക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 പൂവന്മാരുണ്ടെന്ന്. ഭയങ്കര കൊത്താട്ടോ, തമ്മിൽ ഭയങ്കര കൊത്താ. അതുകൊണ്ട് ഇന്ന് ഒന്നിനെ മുറിക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലെ കോഴീനെ തുറക്കുന്നതിന് മുന്നേ പിടിച്ചില്ലെങ്കിൽ പിന്നെ പിടുത്തം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ കോഴീനെ തുറക്കുന്ന സമയത്ത് തന്നെ പിടിച്ചെടുത്ത് പിടിച്ചുകൊണ്ട് വന്നേ. ഓടിപ്പോകാതിരിക്കാൻ ഒരു കയറുണ്ട്, ഒരു കെട്ടും കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും പറമ്പിൽ പോയപ്പോൾ ഇന്ന് 2 കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഓരോന്നേ കിട്ടാറുള്ളൂ കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് 2 എണ്ണം കിട്ടിയത്. ഞങ്ങളിതിനെ കുടക്കൂനെന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. മഴയായതുകൊണ്ട് തന്നെ കൂണിൽ മൊത്തം മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അകത്ത് കൊണ്ടുവച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു പെറുക്കാൻ. കാറ്റടിച്ചുകൊണ്ട് കുറേ മാങ്ങ കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ കിട്ടിയതാണ് 3-4 മാങ്ങ. മാങ്ങയോ കിട്ടിയില്ല. അപ്പോൾ 2 പേരക്കെങ്കിലും പറിക്കട്ടെ എന്ന് വിചാരിച്ചത്. 2-3 പേരൊക്കെ കിട്ടിയിട്ട് ഒന്ന് പഴുത്തു പോയി. തക്കുവിന് പഴുത്ത് പേരക്ക കേട്ടോ ഇഷ്ടം. ചെറുപ്പത്തെ പല്ല് എല്ലാം പോയതുകൊണ്ട് അങ്ങനെ ശീലമായതുകൊണ്ടായിരിക്കാം അവൾ പഴുത്ത പേരക്ക അല്ലാണ്ട് ഇപ്പോഴും അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റോഡ് കണ്ടല്ലോ, നല്ല രസമല്ലേ. ഇനി ഇതിലെ കൂടി ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്കാണെന്നല്ലേ, പിന്നെ ഏട്ടനും വേറെണ്ണനും കൂടിയിട്ട് വാഴക്കൊല വെട്ടുന്നുണ്ട്. അപ്പോൾ കൊല പിടിച്ചു കൊടുക്കണം. പിന്നെ മഴയായതുകൊണ്ട് അവർക്ക് 2 കുടയൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. കൊല നടക്കുന്നേ. നമ്മുടെ റോഡ് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ടിപ്പോൾ വണ്ടി ഇറങ്ങില്ല, അതുകൊണ്ട് ഇനി മേലേക്ക് കയറ്റണം കേട്ടോ. ഈ കൊലയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കയറ്റണം. അപ്പോൾ അതിന് വേറെണ്ണൊക്കെ കെട്ടി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഇത് പിടിച്ചു കൊടുക്കും. വേറെണ്ണ കൊണ്ട് ഇറക്കുന്നിടത്ത് പോയിട്ട് അവിടുന്ന് ഇറക്കിയും കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കൊലയൊക്കെ ഒടിഞ്ഞു പോകില്ലേ. ഒന്നാമത് മഴയും പിന്നെ റോഡും അത്ര ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു തരണം, എന്താ ചെയ്യുക.
കൊലയാ? ഏട്ടൻ ഒരു ഭാഗത്ത് കൊല വെട്ടുന്നുണ്ട്, പിന്നെ വേറെണ്ണം കൊണ്ടിടുന്നുണ്ട്. ഇപ്പോൾ അത് കെട്ടുന്നുണ്ട് കേട്ടോ. കുറേ മഴയ്ക്ക് കൊലയൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പഴുത്തിട്ടും ഉണ്ട്. മഴ കാരണം പുറത്ത് അങ്ങനെ ഇറങ്ങാനും പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ ആളില്ലാണ്ട് ഇപ്പോൾ കൊലയൊന്നും വെട്ടാനും പറ്റില്ല. എനിക്കത്ര ആരോഗ്യമൊന്നുമില്ല കേട്ടോ കൊലയൊക്കെ പിടിക്കാൻ. വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ഹെൽപ്പായിട്ട് പോയതേ. നമുക്കതിനൊക്കെ അല്ലേ പറ്റൂ. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ പിടിച്ചു കൊടുക്കാൻ, പക്ഷേ വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത് ആരും കാണുമൊന്നുമില്ല. എന്ത് ചെയ്യാനാ. അവർ പിന്നെ കൊലയൊക്കെ എടുത്തിട്ട് അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് ഓടി മുന്നിലെത്തണം കേട്ടോ, എന്നാലേ അവിടെ പോയിട്ട് പിടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫോണ് വെച്ചപ്പോൾ അത് സ്ഥലം മാറിപ്പോയി, അതുകൊണ്ട് എൻ്റെ ഭാഗമൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.